ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ ഇന്ന് പുരോഹിതന്മാർ ഉണ്ടോ, അല്ലെങ്കിൽ പുരോഹിത ശുശ്രൂഷയുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ഹെബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. അതിൻ്റെ 9-ാമത്തെ വാക്യം കൂടെ ചേർന്ന് വായിക്കാം. 9, 10 വാക്യങ്ങൾ. ഇത് അങ്ങയുടെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. രണ്ടാമത്തതിനെ സ്ഥാപിക്കുവാൻ അവിടുന്ന് ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു. ഈ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായി നടത്തിയ ശരീരയാഗത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവരായ നാം യേശുക്രിസ്തു ഒരിക്കലായി ചെയ്ത ശരീരയാഗത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അതായത് 2024 വർഷം മുമ്പ് ചെയ്ത ഒരു യാഗത്തിലൂടെ, സജീവവും പൂർണ്ണവുമായ ഏകവുമായ ഒരു യാഗത്തിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂടുതൽ നമുക്ക് മനസ്സിലാകാൻ ഇച്ചിരി ചരിത്രഭാഗങ്ങൾ നോക്കണം, പഴയ ഭാഗങ്ങൾ നോക്കണം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നു, ദൈവം മനുഷ്യനെ തോട്ടത്തിലാക്കിയപ്പോൾ, ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും എല്ലാം സൃഷ്ടിച്ച മനുഷ്യനെ തോട്ടത്തിലാക്കിയപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നിനക്ക് തോട്ടത്തിലുള്ള ഏത് വൃക്ഷത്തിൻ്റെയും ഫലം തിന്നാം, പക്ഷെ നന്മ തിന്മകളെക്കുറിച്ച് അറിയുന്ന അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, അത് തിന്നുന്ന നാൾ നീ മരിക്കും. ഒറ്റ കൽപ്പനയെ കൊടുത്തുള്ളൂ. പക്ഷേ അതിൻ്റെ 3-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവൻ ആ കൽപ്പന തെറ്റിച്ചു. ആദ്യ മാതാപിതാക്കൾ ആ കൽപ്പന തെറ്റിച്ചു. ഫലം തോട്ടത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. നഗ്നത വെളിപ്പെട്ടു. ഒരു തോലുകൊണ്ട് അവന് വസ്ത്രം ധരിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും കുറേ കാലങ്ങൾ കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകത്തിന് ശേഷം പുറപ്പാടിലേക്ക് വന്ന 20-ാം അധ്യായത്തിൽ വരുമ്പോൾ, 20-ാം അധ്യായത്തിൽ ദൈവം മോശയുടെ നേതൃത്വത്തിൽ ഈജിപ്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരുന്ന യഹൂദ ജനത്തിന് അനുസരിക്കാൻ ഈ 20-ാം അധ്യായത്തിൽ 10 പ്രധാന കൽപ്പനകൾ കൊടുത്തു. ഈ 10 കൽപ്പനകളിൽ തന്നെയും ഇന്നും പലരും കലണ്ടറിൽ അടിക്കുന്നതിൽ ഒരെണ്ണം തെറ്റിച്ചടിക്കുന്നത്. അതിൻ്റെ 4-ാമത്തെ കൽപ്പന പറയുന്നത്, മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടി ജലത്തിലോ ഉള്ള യാതൊരു വസ്തുവിൻ്റെയും പ്രതിമയോ വിഗ്രഹമോ നീ ഉണ്ടാക്കരുത്, പ്രതിഷ്ഠിക്കരുത്, നമസ്കരിക്കരുത്, അതിനെ ആരാധിക്കരുതെന്ന് പറഞ്ഞാൽ, അത് ബൈബിളുണ്ടെന്ന് പറയുന്ന സഭകൾ പോലും അതെടുത്ത് കളഞ്ഞിട്ട് അന്യൻ്റെ വസ്തുക്കൾ, അന്യൻ്റെ ഭാര്യ എന്നുള്ളത് 2ആക്കി, അത് ഒറ്റ കൽപ്പന എടുത്ത് 2ആക്കി ഈ 10 തികച്ചിരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ഈ കലണ്ടറിലൊക്കെ എഴുതി വരുന്ന കൽപ്പനകൾ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കൽപ്പനകൾ, ആ കൽപ്പനകളും ഈ കൊടുത്ത 10 പ്രധാന കൽപ്പനകളും 603 ഉപകൽപ്പനകളും ഉൾപ്പെടെ കൊടുത്ത 613 കൽപ്പനകളും, അതിലൊന്ന് തെറ്റിയാൽ എല്ലാം തെറ്റുമെന്നാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. കാരണം ഒരു നിയമമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മുഴുവൻ അല്ലെങ്കിൽ അത് നല്ലൊരു ശതമാനവും മനുഷ്യൻ തെറ്റിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ ആ കൽപ്പനകൾ തെറ്റിക്കുമ്പോൾ അതിന് പരിഹാരമായിട്ട് അന്നത്തെ കാലത്ത് ദൈവം പറഞ്ഞ ബലികൾ, മൃഗബലി, ധാന്യബലി, പാനീയബലി ഒക്കെ ചെയ്യാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു. ആ ഗോത്രത്തിൻ്റെ പേര് ലേവ്യർ എന്നായിരുന്നു. അതിനകത്തെ പുരോഹിതന്മാരും മഹാപുരോഹിതനും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഹാപുരോഹിതനോട് ദൈവം ഒരു വ്യവസ്ഥ പറഞ്ഞിരുന്നു. അതായത് അത് ലേവ്യ പുസ്തകം 21-ന്റെ 10-ാമത്തെ വാക്യമാണ്. തൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് തലയിൽ അഭിഷേക തൈലം ഒഴിക്കപ്പെട്ടവനും പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായ മഹാപുരോഹിതൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്യരുത്. അതായത് പൗരോഹിത്യ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രതിഷ്ഠിക്കപ്പെട്ടവനുമായ മഹാപുരോഹിതൻ തൻ്റെ തലമുടി പിച്ചിപ്പറിക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്യരുത്. ഇതാണ് വ്യവസ്ഥ. എന്നാൽ മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 65-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി. അയാൾ ദൈവദൂഷണം പറഞ്ഞിരിക്കുന്നു, ഇനി സാക്ഷികൾ നമുക്കെന്തിനാ? അതായത് ഈ ലേവ്യ പുസ്തകത്തിൽ മഹാപുരോഹിതന് വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞിരുന്ന കാര്യമാണ് ഈ വസ്ത്രം കീറരുത്. എന്നാൽ മത്തായി സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ അസൂയ നിമിത്തം പിടിച്ചുകൊണ്ടുവന്ന, യേശുക്രിസ്തുവിനോടുള്ള അസൂയ നിമിത്തം, തിരുവഴുത്തുകൾ പ്രകാരമാണെങ്കിലും പുരോഹിതന്മാർ പിടിക്കാനുള്ള കാരണം അസൂയ, അങ്ങനെ കൊണ്ടുവന്ന് യേശുവിനെ വിസ്തരിക്കുന്ന സമയത്ത്
ഈ പുരോഹിതൻ ലേവ്യ പുസ്തകത്തിൽ ദൈവം പറഞ്ഞിരുന്ന നിയമപ്രകാരമുള്ള തൻ്റെ പൗരോഹിത്യ വസ്ത്രം അല്ലെങ്കിൽ തൻ്റെ വസ്ത്രം ഇവൻ വലിച്ചു കീറി. ഈ വലിച്ചു കീറിയതിന് ശേഷം ഒരു കാര്യം കൂടെ സംഭവിച്ചു. അത് മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അത് യേശുവിൻ്റെ കാൽവരി മരണത്തിൻ്റെ സമയത്താണ്. യേശു വീണ്ടും അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പ്രാണനെ വിട്ടു. തൽക്ഷണം ദേവാലയത്തിലെ തിരശീല മുകൾ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. ഇങ്ങനെ എഴുതിയേക്കുക. അതായത് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞു പുരോഹിതൻ വസ്ത്രം കീറരുത്. അത് അന്ന് തൊട്ട് നിലനിന്നിരുന്ന മഹാപുരോഹിതൻ, തലമുറകളായി വന്നിരുന്ന മഹാപുരോഹിതൻ, മത്തായി സുവിശേഷം 26-ന്റെ 65-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയത്ത് അയാൾ വസ്ത്രം വലിച്ചു കീറി. ഈ വിസ്താരമൊക്കെ കഴിഞ്ഞ് വളരെ പെട്ടെന്ന് യേശു മരിച്ചു. യേശു മരിച്ചപ്പോൾ ദേവാലയത്തിൻ്റെ തിരശീല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരുന്ന തിരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറിപ്പോയി. എന്ന് പറഞ്ഞാൽ അകത്തിരുന്ന ദൈവസാന്നിധ്യവും ജനവും തമ്മിലുള്ള തിരശീല കീറിപ്പോയി. തിരശീല കീറിപ്പോയതുകൊണ്ട് പിന്നെ മഹാപുരോഹിതൻ്റെ ആവശ്യവുമില്ല. അതായത് പരിശുദ്ധ സ്ഥലവും അതിപരിശുദ്ധ സ്ഥലവും തമ്മിലുള്ള തിരശീല കീറിപ്പോയി. അതിൻ്റെ തടസ്സം കീറിപ്പോയി. ഈ തിരശീല ഉള്ളപ്പോഴായിരുന്നു വർഷത്തിൽ ഒരിക്കൽ ഇതിനകത്ത് കയറുന്നത്. ഈ മഹാപുരോഹിതൻ നിയമപ്രകാരം കീറരുതെന്ന് പറഞ്ഞത് അവൻ കീറുകയും ചെയ്തു. അവൻ കീറിക്കഴിഞ്ഞപ്പോൾ ദൈവം ഇവൻ വർഷത്തിൽ ഒരിക്കൽ കയറേണ്ട അതിപരിശുദ്ധ സ്ഥലവും പരിശുദ്ധ സ്ഥലവും തമ്മിലുള്ള തിരശീലയും കീറിക്കളഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നീട് വായിക്കുന്നു. പിന്നീട് ഇതിന് ശേഷം കൊറിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലേ? ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ ദൈവം അയാളെ നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധം, ആ ആലയം നിങ്ങൾ തന്നെ. എൻ്റെ ഉള്ളിലാണ് ഈ ദേവാലയത്തിൻ്റെ മുകൾ തൊട്ട് താഴെ വരെയുള്ള തിരശീല കീറിപ്പോയതിന് ശേഷം അവിടെ ഇരുന്നിരുന്ന ദൈവസാന്നിധ്യം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന് ദൈവവചനം പറയുമ്പോൾ, ദേവാലയം എന്നത് എൻ്റെ ശരീരമാണെന്ന് ദൈവവചനം പറയുമ്പോൾ പിന്നെ പുരോഹിതൻ്റെ ആവശ്യം എന്താ? ചിന്തിച്ച് നോക്കിയാട്ടെ. 1 പത്രോസ് 2-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജനതയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാകുന്നു. ഇതാ ദൈവവചനം പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളോടെ നോക്കാം. 14-ാമത്തെ വാക്യം പറയുന്നു, ഏകയാഗത്താൽ അവിടുന്ന് വിശുദ്ധീകരിക്കപ്പെട്ടവരെ എന്നേക്കുമായി പൂർണ്ണരാക്കിയിരിക്കുന്നു. പരിശുദ്ധാത്മാവും ഇത് തന്നെ നമ്മളോട് പറയുന്നു. ആ കാലത്തിന് ശേഷം ഞാൻ അവരോട് ചെയ്യുന്ന ഉടമ്പടി ഇതത്രേ, ഞാൻ എൻ്റെ നിയമങ്ങളുടെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുമെന്ന് കർത്താവിൻ്റെ അരുളപ്പാട് എന്നവിടുന്ന് ആദ്യം പ്രസ്താവിക്കുന്നു. അനന്തരം അവിടുന്ന് അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഇനി ഓർക്കുകയില്ല എന്നും പറയുന്നു. ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. കർട്ടനകത്ത് അതിപരിശുദ്ധ സ്ഥലത്തിരുന്ന ദൈവസാന്നിധ്യം വർഷത്തിൽ ഒരിക്കൽ ഈ കർട്ടനകത്ത് ജനത്തിൻ്റെ പാപത്തിന് പരിഹാരവുമായി കയറുന്ന മഹാപുരോഹിതൻ അവനോട് പറഞ്ഞിരുന്ന നിയമമുണ്ട്, അവൻ്റെ വസ്ത്രം കീറരുത്. അത് ലേവ്യ പുസ്തകത്തിൽ പറഞ്ഞെങ്കിൽ അവൻ മത്തായി സുവിശേഷത്തിൽ വന്നപ്പോൾ അവൻ്റെ വസ്ത്രം കീറി. ആ കീറിയ ദിവസം തന്നെ എന്ന് വേണേൽ നമുക്ക് പറയാം. ആ കീറിയ ദിവസം തന്നെ ദൈവം ഇരുന്ന അതിപരിശുദ്ധ സ്ഥലത്തിനും പരിശുദ്ധ സ്ഥലത്തിനും ഇടയിലുള്ള ആ കർട്ടൻ ദൈവം കീറിക്കളഞ്ഞു. തന്നെയുമല്ല, കൊറിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ആലയം അവിടുന്ന് മാറി ഉള്ളിലാക്കി മാറ്റി. 1 കൊറിന്ത്യർ 3-ന്റെ 16-ഉം 17-ഉം നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയം എന്നാക്കി. എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ ഈ ശരീരമാകുന്ന ആലയത്തിനെ ഞാൻ സൂക്ഷിക്കണം, ഞാനത് നശിപ്പിക്കരുതെന്ന് ദൈവം പറഞ്ഞെങ്കിൽ പിന്നെ എന്തിനാ പുരോഹിതൻ? എന്നിട്ട് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നതാണ്, അതുകൊണ്ട് ഞാൻ ഈ നിയമങ്ങൾ, ഈ പഴയ നിയമ കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ഈ നിയമങ്ങളെല്ലാം അവൻ്റെ ഉള്ളിലാക്കി കൊടുക്കും. ആവശ്യം വരുമ്പോൾ പരിശുദ്ധാത്മാവ് അവനെ ഓർമ്മിപ്പിച്ച് കൊടുക്കും. അതിനനുസരിച്ച് അവൻ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്നെങ്കിൽ യാഗം ബലികൾ ആവശ്യമില്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം പുരോഹിതൻ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പുരോഹിത ശുശ്രൂഷ പുതിയ നിയമ കാലഘട്ടത്തിൽ
24 വർഷം മുമ്പ് കാൽവരി കുരിശിൽ യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിൽ ലോകത്തിൽ പുരോഹിത ശുശ്രൂഷയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യുന്നെങ്കിൽ ആ പുരോഹിതൻ വചനവ്യവസ്ഥയിലുള്ള ദൈവത്തിൻ്റെ പുരോഹിതനും അല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, യഥാർത്ഥത്തിൽ പുരോഹിത ശുശ്രൂഷ എന്താണെന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയിലൂടെ മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ദേശം മുഴുവൻ ഈ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർ സത്യം തിരിച്ചറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം അതിൻ്റെ ക്രിയ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ അനേകരുടെ ഹൃദയത്തെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.